നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യ അനുകൂല നിലപാടുള്ള ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത് നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതിനുശേഷം വളരെ പൈശാചികമായ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്നത്. സ്ത്രീകളും പെൺകുട്ടികളും കൊച്ചുകുട്ടികളുമെല്ലാം വളരെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയാണ്. ഹിന്ദുക്കളുടെ വീടുകൾ തിരഞ്ഞുപിടിച്ച് അവിടുത്തെ ആൺകുട്ടികളെയും പുരുഷന്മാരെയും കൊന്നു കെട്ടിത്തൂക്കുകയാണ്. ഇതിനോടകം ഒട്ടനവധി അമ്പലങ്ങളാണ് ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടിട്ടുള്ളത്. ഇതാദ്യമായാണോ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തിനെതിരെ ഇത്രയും വലിയ ആക്രമണം നടക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് 1946 ഇന്നത്തെ ബംഗ്ലാദേശിലെ നവഖാലി ജില്ലയിൽ വളരെ പൈശാചികമായ നരഹത്യയാണ് ഹിന്ദു സമൂഹത്തിനെതിരെ നടന്നത്. അന്ന് കൊല്ലപ്പെട്ട പുരുഷന്മാരുടെ ഇരട്ടിയിലധികം സ്ത്രീകളാണ് ക്രൂരമായ ബലാത്സംഗത്തിനിരയായത്. ഏകദേശം 95% ഹിന്ദുക്കളാണ് നവഖാലി ജില്ലയിലും പരിസര പ്രദേശത്തും നിർബന്ധപരമായ മതപരിവർത്തനത്തിന് ഇരയായത്. ഹിന്ദുക്കളുടെ വീടുകൾ തിരഞ്ഞുപിടിച്ച് അവരുടെ അന്നുവരെയുള്ള എല്ലാ സമ്പാദ്യങ്ങളും സ്വന്തമാക്കിയതിനു ശേഷമാണ് ഈ മതഭ്രാന്തന്മാർ അവരെ നിർബന്ധപരമായ മതപരിവർത്തനത്തിന് ഇരയാക്കിയത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1947 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. 45 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറിയത്, ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ക്രൂരതകൾ അതിന്റെ പാരമ്യത്തിലെത്തിയത് 1971 നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാനത്തിലായി രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇതിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശും കൂടെ ഉൾപ്പെട്ട് ഒരൊറ്റ രാജ്യമായാണ് നിലനിന്നത്. അതായത് ഇന്ത്യയുടെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ടാണ് നിലനിന്നത്. ഇതിൽ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാനാണ്, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അപ്പോൾ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ഒരുപാട് കടുത്ത അവഗണനകൾ നേരിട്ടിരുന്നു. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ഒക്കെ ഒരുപാട് അവഗണനകൾ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇവരിൽ നിന്ന് വേർപെട്ട ഒരു പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യവുമായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ സംഘടിച്ചു, അവർ പ്രതിഷേധിച്ചു. ഇതിന് നേതൃത്വം വഹിച്ചത് ഷെയ്ഖ് ഹസീനയുടെ പിതാവായ മുജീബുർ റഹ്മാൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു നീക്കം ഇല്ലാതാക്കാനായിട്ട് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിലെ ജനങ്ങൾക്കെതിരായിട്ട് വളരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടു. ഇതിൽ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചതും ഹിന്ദുക്കളെ തന്നെയായിരുന്നു. തീവ്ര മതചിന്തയുള്ള തദ്ദേശീയവാസികളും മിലിറ്ററിയും ചേർന്ന് അന്ന് കൊന്നൊടുക്കിയത് ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന ഹിന്ദുക്കളെയാണ്. ഇതിൽ 4 ലക്ഷത്തോളം സ്ത്രീകളും പെൺകുട്ടികളും കൊച്ചുകുട്ടികളുമാണ് അവരുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായത്. ഹിന്ദുക്കളുടെ വീടുകളും അവരുടെ അമ്പലങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തകർക്കപ്പെട്ടു. അന്ന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ നിന്ന് തങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചത്. ഈ ക്രൂരതകളുടെ തുടർച്ചയാണ് ഇന്നും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 1947 ഏകദേശം 30% ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇന്നത്തെ 8% താഴെയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമായ പൈശാചികമായ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ ഹിന്ദുജനങ്ങൾ അനുഭവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലും തീവ്രമായ ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ 1947 ഏകദേശം 30% കൂടുതൽ ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നു. അത് ഇന്ന് 1% താഴെയാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ്, നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം പൈശാചികമായ ക്രൂരതകൾ അവിടെയും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. ഇനി പലരും ചോദിക്കുന്നത്, ഇത്രയും വലിയ അക്രമങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദു ജനങ്ങൾക്കെതിരെ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഹിന്ദുത്വ നിലപാടുള്ള ഇന്ത്യ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്ന്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ജിയോ പൊളിറ്റിക്കൽ വിഷയമാണ്. ഇതിൽ പല കോൺസ്പിറസി തിയറികളും ഷെയ്ഖ് ഹസീന തന്നെ പലരോടായി പറഞ്ഞിട്ടുള്ളതായി പുറത്തു വരുന്നതുമനുസരിച്ച് ഈ ബംഗ്ലാദേശിലെ അരക്ഷിതാവസ്ഥയ്ക്ക് പുറകിൽ അമേരിക്കയാണെന്നാണ് പലരും പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. വളരെ റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഭാവിയിൽ അമേരിക്കയ്ക്ക് പോലും ഭീഷണിയാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും, ഏഷ്യയിൽ നമുക്കറിയാം ചൈന എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൈനയെ വളർത്തിയെടുത്തതും അമേരിക്ക തന്നെയാണ്, പക്ഷെ അവരാണെന്ന് അവരുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഏഷ്യയിൽ ചൈനയ്ക്കെതിരെ ഒരു ആധിപത്യം നേടിയെടുക്കാനുമായിട്ട് ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും ഇന്ത്യയിലെയും ചില ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കിയെടുക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ബംഗ്ലാദേശിന് സ്വന്തമായിട്ടൊരു ഐലൻഡ് ഉണ്ട്, സെന്റ് മാർട്ടിൻസ് ഐലൻഡ്. അവിടെ സ്വന്തമായിട്ടൊരു മിലിറ്ററി ബേസ് സ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടി ചേർന്ന് അമേരിക്ക സ്പോൺസർ ചെയ്ത ഒരു കലാപമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം, US എന്ന് പറയുന്നത് അത്രയും വലിയൊരു സൂപ്പർ പവറാണ്, അത്രയും വലിയ എക്കണോമിക് സൂപ്പർ പവറാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ഡയറക്റ്റായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ വളരെ എക്കണോമിക് സൂപ്പർ പവർ എന്ന നിലയിൽ ഒരുപാട് എക്കണോമിക് സാങ്ഷൻസ് ഇന്ത്യക്കെതിരെ നടപ്പിലാക്കാനായിട്ട് US കഴിയും. ഇത് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും അവസാനിച്ചത് അവർ ഒത്തൊരുമിച്ച് തെരുവിലിറങ്ങി സംഘടിച്ചത് കൊണ്ടാണ്. തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ അവർ സംഘടിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഭാവിയിൽ ഇവിടെ ഒരു ആക്രമണം, ഇന്ത്യയിൽ ഒരു ആക്രമണം വന്നാൽ അവിടെ നമ്മൾ ചെറുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഒന്നായേ തീരൂ. നമ്മുടെ എല്ലാ വേർതിരിവുകളും മാറ്റി വെച്ചിട്ട് ഹിന്ദു സമൂഹം ഒന്നായാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ സംഘടിക്കാനായിട്ട് അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അതിനെതിരെ ഒത്തൊരുമയോടെ പൊരുതുമ്പോഴും ഇവിടെയുള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ പലരും, ഒരു വിഭാഗം ഹിന്ദുക്കൾ ഇപ്പോഴും ഉറക്കത്തിലാണ്. ഇന്ന് ഇന്ത്യ ചുറ്റപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും പ്രോക്സി രാജ്യങ്ങളുടെ ചുറ്റിലുമാണ്. ഇതിന് ഭിന്നമായി നിന്ന ഒരേയൊരു രാജ്യം ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ ബംഗ്ലാദേശ് ആയിരുന്നു. എന്നാൽ തീവ്ര മതചിന്തകൾ ഇളക്കിവിട്ട് ഇന്ന് അത് അമേരിക്കയുടെ കീഴിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ചുറ്റുമാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. നമ്മുടെ എല്ലാ വേർതിരിവുകളും മാറ്റി നിർത്തി നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമുക്കൊരു വിശ്വഗുരുവാക്കി മാറ്റാൻ കഴിയൂ. അതിന് നമ്മുടെ പൂർവികർ ജീവനും ജീവിതവും നൽകി നമ്മളെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്. അതിന് നമ്മളെല്ലാം മുന്നോട്ടിറങ്ങണം. അതിനായില്ലെങ്കിൽ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീടിന് മുന്നിലും ഇതുപോലൊരു കൂട്ടം വന്ന് നിന്നേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.